ഇപ്പൊ ചർച്ചാ വിഷയം അയോധ്യയിലെ ക്ഷേത്രമാണല്ലോ. എല്ലാ സംഖ്യകളും പോസ്റ്റ് ഇട്ട് നശിപ്പിക്കുകയാണ്. എല്ലാ വീഡിയോ ഒന്നും കണ്ടിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റൂല. ഒരു സംഖ്യയും ഒരു സംഖ്യയും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് അത് കണ്ട് റിയാക്ട് ചെയ്യാം. സംഖ്യ ആരാണെന്ന് വെച്ചാൽ ടി.പി. സുൽഫത്ത്. സുൽഫത്ത് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ സുൽഫത്തിന് ഒരു മറുപടി കൊടുക്കണമെന്ന് തോന്നി. എന്തായാലും നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാം. ജനുവരി 22-ന് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് എല്ലാ ഹൈന്ദവ വിശ്വാസികളോടും മന്ത്രം ചൊല്ലാനും വിളക്ക് കത്തിക്കാനും പറഞ്ഞത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ, ചിത്ര. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എല്ലാവരും കൂടി പറഞ്ഞ് ചിത്രയെ സംഘടനയാക്കി. വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും സംഖ്യകളല്ല. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക, അത് അവരുടെ വിശ്വാസമായിട്ട് അവർ പോകുന്നതാണ്. അവരെ ഒന്നും പറയേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ബാക്കി പറഞ്ഞ ശില്പത്തെ. അതുപോലെ വൈകുന്നേരത്ത് വീടിന്റെ ചുറ്റിലും വിളക്ക് തെളിയിക്കാനും നമ്മുടെ ചിത്ര ചേച്ചി പറഞ്ഞതായിട്ട് നമ്മളെല്ലാവരും കണ്ടു. വിളക്ക് തെളിക്കാൻ പറഞ്ഞതേ ചിത്രയ്ക്ക് ഓർമ്മയുള്ളൂ. എയറിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ചിത്ര ഏറിപ്പോകാനുള്ള കാരണം ചിത്ര പറഞ്ഞ വാക്കുകളിൽ 100% വർഗീയത മിക്സ് ആക്കിയിട്ടാണ് ചിത്രേച്ചി അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് എയറിലോട്ട് പോയത്. സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. ആ പറഞ്ഞ വാക്കുകളിൽ വർഗീയതയുണ്ട്. കാരണം അവിടെ അമ്പലം പണിയുന്നത് പള്ളി പൊളിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് മിക്സ് ആക്കിയിട്ട് പറഞ്ഞപ്പോൾ ചിത്രേച്ചി ഏറിപ്പോയി. സുൽപ്പത്തെ നമുക്കൊന്ന് ഏറിപ്പോണ്ടേ? ബാക്കി പറഞ്ഞ സമയത്ത് എന്നോട് മെസ്സഞ്ചറിൽ അതുപോലെ കമന്റിലൊക്കെ ചിലർ ചോദിച്ചു, സുൽഫത്തെ നമ്മൾ മുസ്ലിങ്ങൾ എന്താണ് ചെയ്യണമെന്ന്. ഇവരെന്നോട് കളിയാക്കി ചോദിക്കണോ കാര്യമായിട്ട് ചോദിക്കണോ എന്ന് എനിക്കറിയില്ല. സുൽഫത്തെ 100% ഗ്യാരണ്ടി ഉള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. എന്തായാലും അത് കാര്യമായിട്ട് ചോദിച്ചല്ല. നിങ്ങളൊക്കെ മണ്ടത്തരം പറഞ്ഞ ആൾക്കാരെ അതിനെ കൊണ്ട് നിങ്ങളൊക്കെ പെട്ടെന്ന് മണ്ടിയാക്കാൻ പറ്റും. ഈ ഒരു ചോദ്യത്തിന് സുൽഫത്ത് കൊടുത്ത മറുപടിയാണ് എന്നെ ചിന്തിപ്പിച്ചത്. അത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇനിയിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആ ചോദിച്ചവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മളും വെറുതെ ഇരിക്കൊന്നും വേണ്ട. നമ്മളെ വിശ്വാസപ്രകാരമുള്ള വല്ല സ്വലാത്തുകളോ ദിക്റുകളൊക്കെ ചെല്ലുക. പറഞ്ഞത് കേട്ടില്ലേ? അയോധ്യയിൽ പള്ളി പൊളിച്ച് ക്ഷേത്രം പണിഞ്ഞപ്പോൾ ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് മുസ്ലിംസ് എല്ലാവരും സൂറത്തും ദിക്റും യാസീനും ഓതണം എന്ന് പറഞ്ഞ ഇവളൊക്കെ മൈൻഡ് സെറ്റ് ഒന്ന് ചിന്തിച്ച് നോക്കല്ലേ. ഇവക്കൊക്കെ ഗഡ്സ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാലോ. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. ബുദ്ധിയും ഇവരില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ ജനങ്ങൾ കണ്ടിട്ട് എന്താ പറയാനെന്ന് ചിന്തിക്കാനുള്ള കഴിവ് പോലും ഇല്ലാലോ നമ്മുടെ പാവ സുൽഫത്താന്റിക്കൊക്കെ. അങ്ങനെയൊക്കെയല്ലേ നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. അപ്പോഴല്ലേ ഭാരതത്തിലെ എല്ലാ ജാതി മതസ്ഥരും നല്ല ഐക്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയാൻ പറ്റുക. എത്ര ഐക്യമുണ്ടായിട്ടും എത്ര സ്നേഹം ഉണ്ടായിട്ടും കാര്യമില്ല. ഒരു പള്ളി പൊളിച്ച് അതിന്റെ മുകളിൽ ക്ഷേത്രം പണിഞ്ഞിട്ട് അവർക്ക് വേണ്ടി യാസീനും സൂറത്തൊക്കെ ഓതണം എന്ന് പറഞ്ഞ് നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടമാണ് വരുന്നത്. ചിന്തിക്കാനുള്ള കഴിവില്ല. ഞാൻ പറഞ്ഞത് ഭയങ്കരമായിട്ടുള്ള ഡയലോഗാണ്. അതായത് നമ്മുടെ നാട്ടിലുള്ള ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികളൊക്കെ ഐക്യത്തിലാക്കാനുള്ള ഡയലോഗാണെന്നാണ് വിചാരിച്ചു വെച്ചത്. എത്ര പൊട്ടത്തിലാണ് പറഞ്ഞു വെച്ചതെന്ന് നിങ്ങൾക്ക് വലിയ ബോധമുണ്ടോ സുൽഫത്താന്റി? അപ്പൊ ആ ഭൂമിയിലെ ഏറ്റവും ഉത്തമം ക്ഷേത്രമായതുകൊണ്ടാണ് അവിടെ ക്ഷേത്രം പണിയത്. ആ സ്ഥലത്ത് മാത്രമല്ല, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ക്ഷേത്രം പണിഞ്ഞോ. പക്ഷെ മറ്റൊരു മതത്തിന്റെ ആരാധനാലയം പൊളിച്ചിട്ട് അതിന്റെ മുകളിൽ ക്ഷേത്രം പണിയാതിരിക്കുക. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത് നിങ്ങളുടെ വിശ്വാസത്തെ പൊക്കിക്കൊണ്ടുവരുന്നതായി പോകും. അതുകൊണ്ട് അങ്ങനെ ചെയ്തിരിക്കുക. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കലാപം ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു പള്ളി വരുന്നുണ്ട്. ഏത് നൂറ്റാണ്ടിലാണ് പള്ളി വരുന്നത്? പള്ളി പണിയാൻ 300 കോടിയാണ്. ഇതുവരെ 40 ലക്ഷം പോലും പിരിച്ചു കിട്ടിയിട്ടില്ല. ഏത് നൂറ്റാണ്ടിലാണ് വരുന്നത്? അപ്പൊ എനിക്ക് ഈ സമയത്ത് എല്ലാവരോടും പറയാനുള്ളത്, ഹിന്ദുക്കൾ അവരെ വിശ്വാസപ്രകാരം വിളക്ക് കാണിക്കുക മന്ത്രം ചൊല്ലി എന്തെങ്കിലും ചൊല്ലിക്കോട്ടെ. നമുക്ക് ആ ഒരു ക്ഷേത്രം വരുന്നതിൽ സന്തോഷം ഉണ്ടെങ്കിൽ നമ്മളും നമ്മളെ സ്വലാത്തുകളും ദിക്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെല്ലുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതേപോലത്തെ ടോപ്പിക് എടുത്ത് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളിങ്ങനെ ഓർമ്മിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ജനങ്ങൾ അമ്പലത്തെ ശപിക്കാൻ ചാൻസ് കൂടുതലാണ്. അവർക്ക് ഓർമ്മയില്ലാതാവണം ഇതിനെ പറ്റിയിട്ട്. അല്ലെങ്കിൽ അവരിങ്ങനെ ശപിച്ചുകൊണ്ട് പോകും. എനിക്ക് തോന്നില്ല ആരും സൂറത്തും ദിക്റൊന്നും ചെല്ലുന്നു. അമ്പലം പണിയുന്നതിനെ കൊണ്ട് ആരെങ്കിലും സൂറത്തും ദിക്റൊക്കെ ചെല്ലോ? ഇനി അതല്ല ഒന്നും ചെല്ലുണ്ടെങ്കിൽ അതും വേണ്ട, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാതിരിക്കുക. ആരാണ് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി പള്ളി പൊളിച്ച് അമ്പലം പണിഞ്ഞെന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ സംഘികൾ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നതെന്നറിയോ? ആദ്യം അവിടെ ഒരു അമ്പലമായിരുന്നു, ആ അമ്പലം പൊളിച്ച് പള്ളി പണിഞ്ഞു. ഇപ്പോൾ ആ പള്ളി പൊളിച്ച് അമ്പലം പണിഞ്ഞു. അതാണ് ഈ സംഖ്യകൾ ഇപ്പോൾ മെനഞ്ഞുകൊണ്ട് നിൽക്കുന്ന കഥ. ഇതൊക്കെ വിശ്വസിക്കാൻ ജനങ്ങൾക്ക് ബുദ്ധിയില്ലെങ്കിൽ സാധിക്കും. ബുദ്ധി ഇല്ലാത്ത ജനങ്ങളുണ്ടോ? ഇതിപ്പോ എന്നോട് ഈ മെസ്സഞ്ചറിലും കമന്റിലും ഒക്കെ ഇങ്ങനെ ആളുകൾ ചോദിച്ചപ്പോൾ എന്തായാലും അതിനൊരു മറുപടി ഞാൻ കൊടുക്കണ്ടേ. പിന്നെ ഇതിന്റെ കാര്യങ്ങളും ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളും ഞാൻ പറയണല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ആ സമാധാനം കഴിഞ്ഞല്ല, വിട്ടോ. അടുത്ത പ്രാവശ്യം ഇതേപോലത്തെ മണ്ടത്തരങ്ങളൊന്നും ചെയ്യാതിരിക്കുക. കാരണം പള്ളി പൊളിച്ച് അതിന്റെ മുകളിൽ അമ്പലം പണിയുമ്പോൾ മുസ്ലിംസിനോട് എല്ലാവരോടും പറയാണ് സൂറത്തും ദിക്റും ചെല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യോ? അവരെന്നല്ല, ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളും അങ്ങനെ ഒരിക്കലും ചെയ്യൂല. അതുകൊണ്ട് ഇതേപോലത്തെ മണ്ടത്തരൊന്നും ചെയ്യാതിരിക്കുക. അടുത്ത സംഖ്യ പണിക്കാർ വിളിക്കുക. ഞാനിപ്പോൾ ഉള്ളത് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. ഇവിടെ നിന്ന് ഏകദേശം 2.5 മണിക്കൂർ യാത്ര ചെയ്താൽ അയോധ്യയിലെത്താം. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ക്ഷണം ലഭിച്ച് എത്തിയതാണ്. അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനത്തിന് കുറേ തീട്ടസംഖ്യകളെ വിളിച്ചിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് സംഘിപ്പണിക്കർ. അപ്പൊ സംഘിപ്പണിക്കർ ഇപ്പോൾ അയോധ്യയിലാണുള്ളത്. നല്ല തണുപ്പാണ് ഇവിടെ. പൊട്ടനാണെന്ന് തെളിയിച്ചല്ലോ. കാരണം നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ തണുപ്പായിരിക്കുന്നു, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. വീണ്ടും തെളിയിച്ചു അല്ലേ പൊട്ടനാണെന്ന്? അയോധ്യയിലും അത് തന്നെയാണ്, ഡൽഹിയിലും ഒക്കെ തന്നെ നല്ല തണുപ്പായിരുന്നു. അയോധ്യയിലും ഡൽഹിയിലും നോർത്ത് ഇന്ത്യപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പൊ തണുപ്പാണ്. അതിങ്ങനെ പറയുന്ന നാണങ്ങളല്ലേ? വന്ന കാര്യം പറ. എന്തൊക്കെയായാലും ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണം കിട്ടുന്ന സമയത്ത് അതിൽ പങ്കെടുക്കണം എന്നുള്ളത് അങ്ങേയറ്റത്തെ ആഗ്രഹമായിരുന്നു. അങ്ങേയറ്റത്തെ ആഗ്രഹം എന്തുകൊണ്ടുണ്ടായെന്നറിയോ? പള്ളി പൊളിച്ചിട്ടുണ്ടാക്കിയ ക്ഷേത്രമല്ലേ. അതുകൊണ്ട് തന്നെ വർഗീയവാദികൾക്ക് തീർച്ചയായിട്ടും അവിടെ പോകേണ്ട ആവശ്യമുണ്ടാവും.
ഈ സംഘി പണിക്കറിനൊക്കെ നമുക്ക് വർഗീയവാദിയായിട്ട് കണ്ടു കഴിഞ്ഞാലും തെറ്റില്ല. മനസ്സിൽ ഫുള്ള് വർഗീയതാണ്, പക്ഷെ പുറത്തേക്ക് വരുന്നില്ല. ഇപ്പൊ വന്നു, അതിൽ പങ്കെടുക്കണമെന്ന് അങ്ങേയറ്റത് ആഗ്രഹമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സംഘി പണിക്കറിനൊക്കെ വർഗീയവാദി കാറ്റഗറി പെടുത്താം, പക്ഷെ ഉള്ളിലേ ഉള്ളൂ, പുറത്ത് വന്നിട്ടില്ല. കാരണം വന്നിട്ടും കാര്യമില്ല, ഇവിടെ BJP ആണ്, അത് മനസ്സിലാക്കി പണിക്കരെ. അപ്പോൾ അങ്ങനെ വിശ്വാസപരമായിട്ടാണെങ്കിലും മറ്റേത് അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാലും രാമരാജ്യം എന്നുള്ളൊരു സങ്കല്പമുണ്ട്. സങ്കല്പമല്ല, അതാണ് യാഥാർത്ഥ്യം. അത് നടപ്പിലാക്കാൻ പറ്റൂല എന്ന് പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരു പള്ളി പൊളിച്ച് അവിടെ ക്ഷേത്രം പണിയാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രാജ്യം ഹിന്ദുത്വ രാജ്യമാക്കിയിട്ട് മാറ്റാൻ പറ്റും. അതൊക്കെ നടക്കും, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും. മഹാത്മാഗാന്ധിയൊക്കെ തന്നെ മുറുകെ പിടിച്ചിരുന്ന ധർമ്മത്തിൽ സത്യത്തിലൊക്കെ അധിഷ്ഠിതമായിട്ടുള്ള രാമരാജ്യം എന്നുള്ള ഒരു സങ്കല്പം. മഹാത്മാഗാന്ധി ഹിന്ദുത്വ രാജ്യമാക്കണമെന്നാണ് സംഘി പണിക്കർ പറഞ്ഞുകൊണ്ടുവരുന്നത്. സംഘി പണിക്കരോട് ആരാണ് പറഞ്ഞതെന്നറിയത്? സംഘി പണിക്കരുടെ മുത്തശ്ശൻ പറഞ്ഞെടുത്തായിരിക്കും അല്ലേ? സംഘിയെ എന്താ പറയുന്നത്? സംഘി ഗാന്ധിജിക്ക് മതമുണ്ട്, അത് ഹിന്ദു മതം തന്നെയാണ്. പക്ഷെ ഗാന്ധിജി ഒരിക്കൽ പോലും ഈ ഒരു രാഷ്ട്രം ഹിന്ദുത്വ രാഷ്ട്രമാവണമെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇവ സംഘി പണിക്കരുടെ മനസ്സിലിപ്പൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പൊ സംഖ്യയല്ലാന്ന്. ഇത് കേട്ടിട്ട് സംഖ്യയല്ല എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ചാണകം തിന്നുന്ന ടീംസ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജനിച്ച പാട് തന്നെ ബുദ്ധിയില്ല, മന്ദബുദ്ധിയായിട്ടായിരിക്കും ജനിച്ചത്. ഞാനൊക്കെ കണ്ണും പൂട്ടി പറയും സംഘി പണിക്കർ സംഘി തന്നെയാണ്. ആ സങ്കല്പം ഏതൊരു ഇതിഹാസ പുരുഷനിൽ അടിസ്ഥാനപ്പെടുത്തിയാണോ ഇരിക്കുന്നത്, ആ ഇതിഹാസ പുരുഷന് അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ കൃത്യമായ രീതിയിലുള്ള ഒരു സ്ഥാനമില്ലാതിരിക്കുക. ഇപ്പൊ സ്ഥലമല്ലോ, സമാധാനമായ സംഘികൾക്കൊക്കെ സമാധാനമായിട്ടുണ്ടാവും. കാരണം അവരുടെ ശ്രീരാമന് ഇരിക്കാനൊരു സ്ഥലമില്ലല്ലോ അയോധ്യയിൽ. ഇപ്പോൾ ഒരു അമ്പലമല്ലോ സ്വന്തമായിട്ട് കയറി കുത്തിരിക്കാൻ, അല്ലേ? സമാധാനമില്ല എന്ന് വെച്ചാൽ രാമൻ്റെ ആശയങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവുമില്ല എന്ന് തന്നെയാണ് അർത്ഥം. സംഘി പണിക്കരോട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, ശ്രീരാമനാണോ ഈ ഗോമൂത്രം കുടിക്കണം, ചാണകം വാരി തിന്നണം എന്നൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്നത്? സത്യസന്ധമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. ഇതാരാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചെന്നത്? ഇങ്ങനെ ചാണകം തിന്നണം, ഗോമൂത്രം കുടിച്ചാൽ നല്ലതാണ്, ചാണകം തിന്നത് അടിപൊളിയാണ് എന്നൊക്കെ ആരാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? ശ്രീരാമനാണോ? സ്പോൺസർ ചെയ്യുന്നതോ ഇതിൻ്റെ പണം മുടക്കുന്നതോ ഒന്നും തന്നെ സർക്കാരല്ല, UP സർക്കാരല്ല, കേന്ദ്ര സർക്കാരല്ല, ഒരു സർക്കാർ സംവിധാനവുമല്ല. ഒരു സർക്കാരുമല്ല, ഒരു സംവിധാനമല്ല. സംഘികളാണ് ഇത് മൊത്തം പണിഞ്ഞത്. സംഘികൾ പണിഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെയൊക്കെ പണം ഉണ്ടാവാനും സാധ്യത കൂടുതലാണ്. കാരണം ഇവരാണല്ലോ ഭരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പണം ഉണ്ടാകാനും സാധ്യത കൂടുതലാണ്. അതിലൊക്കെ എത്തിയിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എനിക്ക് വേറൊന്നും പറയാനില്ല.